കുമ്മൽ 5 നെറ്റിപ്പെട്ട ചൂത്. അയ്യോ എന്തൊക്കെ കാണണളിയാ. ആള് വന്നിട്ടാ ഇതെന്തിന് അല്ലെ ജോസ് വന്നില്ലേ? ജോസ് വന്നില്ലേ? കൈകൊട്ടി ഇറങ്ങി പോയതല്ലേ പനീഷ്. കേൾക്കുന്നില്ല. അടുത്തോട്ടൊന്നല്ലേ കേക്കത്തുള്ളൂ. അടുത്തോട്ട് വാ. ഇതിന്റെ സെന്ററിലോട്ട് നിങ്ങൾക്കും വരാം ബ്രോ. ആരാ തൂറിയേ ഇപ്പം? ഇപ്പൊ തൂറിയത് ആരാ? അടുത്തോട്ട് വാ. അതാണ് അവിടെ പിണ്ടം നിന്നെ നീക്കുന്ന നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധിയുള്ള ബ്രോ ഇവരെ കൂട്ടത്ത് ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ? കത്തിയതാ പോഞ്ഞു. അതെ, പിന്നെ നിങ്ങള് മീറ്റിംഗിൽ വന്നിട്ട് മാന്യമായിട്ട് സംസാരിക്കുക. ഓക്കെ, ഇനി തരത്തില്ല. എന്തോ സിറ്റുവേഷൻ വെച്ചാൽ ഡിസ്കസ് ചെയ്തിട്ട് വാർ വിളിക്കുന്ന അക്സെപ്റ്റ് ചെയ്യുക, പോവുക. അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുകയെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ സംസാരിക്കും. അല്ല ഇന്ന് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തൂടെ കാഡ്മിനെ? ബ്രോ ലീഡർ ഉണ്ടോ? ലീഡർ വേണം നിർബന്ധമില്ല, നമ്മൾ സംസാരിച്ചോളാം. പൂരത്തിന് പോയാ അല്ല ബ്രോന്റെ പേരെന്താ? ഒരു മിനിറ്റ് ബ്രോന്റെ ബാക്കിലുള്ളത് ഉച്ചയ്ക്ക് ഒരു സിറ്റുവേഷൻ നടന്നായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് നമ്മളടിച്ചു. നിങ്ങളുടെ ഒരു പറയല്ലേ കേട്ടൂടെ? സിറ്റുവേഷൻ ഒന്നുമില്ല ബ്രോ, ഇത്രയുള്ളൂ. അതായത് നിങ്ങളുടെ ഒരു പ്ലെയർ, അതായത് ഹെലി കൊണ്ടുവന്ന് നമ്മുടെ ഒരു പ്ലെയറുടെ ഹെലി വെച്ച് ഡൗണാക്കി. ഓക്കെ, പുള്ളി പറഞ്ഞത് പുള്ളിക്ക് കൺട്രോൾ പോയി എന്നാണ്. പക്ഷെ നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ സിറ്റുവേഷൻ ആയിട്ട് എടുത്തു. വണ്ടി തട്ടിയതിന് സിറ്റുവേഷൻ എടുത്തു. വണ്ടി തട്ടി ആള് ഡൗൺ ആയി. ബ്രോ ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങൾ സോറി പറഞ്ഞു, നമ്മളത് അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് നമ്മളൊരു സിറ്റുവേഷൻ ആയിട്ട് എടുത്തു. മറ്റേ ബാബ സുരേഷ് അല്ലേ ചത്തത്? ആരാ ബ്രോ? അല്ല ബ്രോ, അതാരാ ബ്രോ? അതാരാ? അല്ല നിങ്ങൾ കൊടുത്തല്ലേ മറ്റേ പട്ടിയാ. കൊമ്പര കൊമ്പര അളിയ ജോസോടെ പോയി. ജോസോടെ പോയി പൂരത്തിന് പോയാ? ഗ്രൂമിയെ കൊണ്ടുപോയത് നീ നേരത്തെ ഫ്ലാഗ് പിടിച്ചിരിക്കുന്നല്ലോ, അതാണ് കൈകൊട്ടി ഇറങ്ങി പോയാലല്ലേ? സിറ്റുവേഷൻ പറഞ്ഞു. ബാക്കി എടാ ബുദ്ധിയില്ലാത്ത സിറ്റുവേഷൻ പറഞ്ഞു. നീ ബാക്കി പറ. പിന്നെ ഇരുന്ന് കുറച്ചുകൊണ്ടിരിക്കാതെ നീക്ക് സിറ്റുവേഷൻ പറഞ്ഞു. നമ്മുടെ ചേട്ടൻ വിട്ടാണ്ടിരിക്കടാ, അമ്മ കുറയ്ക്കട്ടെ. ഷേക്ക് മാക്കൊന്ന്
അതെ നിങ്ങളുടെ സൈഡിൽ നിന്ന് 3 പേർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരാളെ ഓൾറെഡി കിക്ക് ചെയ്ത് വിട്ടാണോ? ഒരാളെ ഞാൻ ഓൾറെഡി കിക്ക് ചെയ്തു, അതുകൊണ്ട് 3 പേർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവര് 4 പേരുണ്ടല്ലോ. എടാ അവരുടെ സൈഡിൽ നിന്ന് ആരെ കിക്ക് ചെയ്തില്ല, മനസ്സിലായി? നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള കിക്ക് ആക്കിയതാണ്. ഞാൻ ഹെലി വന്നിട്ട് എനിക്ക് കേൾക്കാൻ വരുന്നില്ല, ഒന്നും കേൾക്കാൻ വരുന്നില്ല. ഹെലിയുടെ സബ് വന്നാണ്, മനസ്സിലായോ? വണ്ടി ഒന്ന് ഞാൻ വന്നിട്ട് ഇതാക്കിയോട്ടെ. ഇതാ വരുന്ന അഞ്ചാമത്തെ ഒരാൾ ഓട്ടി കയറുന്നാക്കണ അത് കാണുന്നില്ലേ? ഹലോ കേക്കോ? അല്ല അത് കാണുന്നില്ല. അവിടെ എന്താ 5 പേര്? ഒരു മിനിറ്റ് പറ. പട്ടി അടിക്കുമ്പോൾ അടിച്ച് തൂറ്റിച്ച് വിട്ടത് അതൊക്കെ മറക്കുമല്ലോ. നിങ്ങൾ പറഞ്ഞോ. ഇങ്ങോട്ട് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലാതെ മറ്റേ അവർക്ക് ഇവിടെ വന്ന് തോറ്റിട്ട് ഇവിടെ തരുന്ന നമ്മളെടുത്ത് കൂടെ അടിക്കാൻ അവര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത്. അവിടെ 4 പേര് നിങ്ങൾ അവിടെ പോയിട്ട് ട്രിഗർ ചെയ്യാതിരിക്കുക. ട്രിഗർ ചെയ്താൽ കിക്ക് ചെയ്തു. അല്ല ഇങ്ങോട്ട് അവരാണെങ്കിലും ആയിക്കോട്ടെ. ഒരു 3-4 വട്ടം പറയിപ്പിക്കണം. ഒന്നുമില്ല, നമ്മുടെ പ്ലേയേഴ്സ് റിപ്പയറിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊരു ഹെലി വന്ന് ഇടിച്ചിട്ട് ആ പ്ലെയറിന്റെ അടുത്ത് ഒന്നും പറയാതെ നിങ്ങൾ പോയി. ആ പ്ലെയറിനെ കൊന്നത് നിങ്ങൾ കണ്ടാണ്. അവിടെ നിന്ന് ആ ചിത്ത പ്ലെയറിന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ അത് കഴിഞ്ഞ് നേരെ ഗാങ് ഹൗസിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ റേഡിയോ കണക്ട് ഇട്ടായിരുന്നു. കണക്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ സംസാരിക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗാങ് ഹൗസിന് മുന്നോട്ട് വരാൻ പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് വന്നാൽ മതി. നിങ്ങൾ ഗാങ് ഹൗസിൽ തൊട്ടടുത്ത് നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് ബേസിക്കലി ഗാങ്സ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചാൽ ചിലപ്പോൾ വഷളായി കഴിഞ്ഞാൽ അടിയാവും. അപ്പൊ ഈ ഗാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ മാത്രം അങ്ങനെ പറയില്ലേ. നമ്മൾ സോറി പറഞ്ഞില്ലേ? നമ്മൾ മാരിന്റെ സൈഡിൽ നിന്ന് പറ്റിയതല്ലേ? മാരി സോറി നിന്റെ സോറി ഒന്നും വേണ്ട, നിന്നെ എടുത്തോളാന്ന് പറഞ്ഞു പോയതല്ലേ നിങ്ങൾ? അല്ലല്ല, അത് അങ്ങോട്ട് സംസാരിക്കാൻ വരാൻ പറഞ്ഞപ്പോ അവര് പറ്റത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷമാണ് സോറി പറഞ്ഞെന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നിങ്ങൾ ആ മലയിലോട്ട് വന്നോ, നമുക്ക് അവിടെ സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് നമ്മൾ സോറി പറഞ്ഞില്ല. അങ്ങനെ അപ്പൊ നമ്മൾ അല്ല ബ്രോ, ആ മലയിലോട്ട് വന്ന് സംസാരിച്ചിട്ട് ക്ലിയർ ആയല്ലോ. ഇവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ വഷളാവൂല്ലോ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്നാ പിന്നെ കുഴപ്പമില്ല, നമ്മളെ സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്തോളാന്ന് പറഞ്ഞു. ഇതാണ് ഉണ്ടായത്. ഒരു മിനിറ്റ് എനിക്ക് പുറത്ത് പൂരം കഴിഞ്ഞ അല്ല നിങ്ങളിപ്പോ എന്താ വാറായിട്ട് കണ്ടിന്യൂ? നമുക്കിത് വാറായിട്ട് കണ്ടിന്യൂ ചെയ്യണം. ഒരു 15 മിനിറ്റിൽ നമ്മള് വാറ വിളിക്കാം. 15 മിനിറ്റ്. 240. 2 അതാ നമുക്കറിയാം. അത് അവരെ സിറ്റുവേഷനാ, മനസ്സിലായോ? അത് മാരിന്റെ ഇങ്ങനെ പോയി ഇതായിന്നുള്ളതിന് ഊമ്പി കേട്ടോ. പാട്ട് പാടിക്കൊണ്ട് നമുക്ക് കത്തിപ്പോയി. അവന്റെ മൂലത്തിൽ കേറി പ്രിയവാറിന് പയല്. മാക്ക് എന്തിനും ഞാൻ അവിടെ താളം തട്ടിയിട്ട് ഇനി അവിടെ ഒറ്റക്ക് കിക്ഡ് മാരി കിക്കാ. മാരി കഴിഞ്ഞിട്ട് പോവാ.